സച്ചി, സച്ചി, നീ എന്താടാ ആലോചിക്കുന്നേ? മോളെ കുറിച്ചാണോ? മോളെ കുറിച്ചും എല്ലാരെ കുറിച്ചും ആലോചിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട ഒരാളല്ലേ ഞാൻ. നീ വിഷമിക്കണ്ട സച്ചി. ഇന്ദു മോളെ രാഹുൽ ഉപേക്ഷിച്ചാലും ഒരു കുഴപ്പവും വരില്ല. അല്ലെങ്കിലും ഇന്ദു മോളെ രാഹുൽ ഉപേക്ഷിക്കില്ല മന്ദാകിനി. ഉപേക്ഷിക്കുന്നെങ്കിൽ എൻ്റെ മോൾ അവനെയല്ലേ ഉപേക്ഷിക്കൂ. മന്ദാകിനി രാഹുലിന്റെ വീട്ടിൽ പോയ കാര്യം ഞാൻ അറിഞ്ഞു. ശരിക്കും അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാ പോരെ. ഞങ്ങളവിടെ പോയതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ സച്ചി. തെറ്റ് രാഹുലിന്റെ ഭാഗത്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായല്ലോ. അതൊക്കെ അങ്ങ് മനസ്സിലിടുന്നാ മതി. ഇതൊക്കെ പുറത്തറിഞ്ഞാൽ മാനക്കേടി കുടുംബത്തിനാ. അയ്യോ, ഈ കുടുംബത്തിന് മാനക്കേടുണ്ടാവുന്ന എന്തെങ്കിലും കാര്യം ഞാൻ ചെയ്യൂ? സത്യം പറയാമല്ലോ സച്ചി, നിന്റെയും ഈ കുടുംബത്തിന്റെയും അഭിമാനം രക്ഷിക്കാൻ ഇന്ദു മോള് ഒരു കല്യാണം കഴിച്ചാണെന്ന് പോലും കാര്യമാക്കാതെ എന്റെ മോൻ അവളെ ഏറ്റെടുക്കും. ഈ മന്ദാകിനി അവളുടെ കല്യാണം നടത്തിയിരിക്കും. അനന്തമാഷ വീട് വാങ്ങിയ സ്ഥിതിക്ക് അനുപമ വീണ്ടും നിന്റെ കടയ്ക്ക് അവകാശം പറഞ്ഞു വരാൻ ഇടയുണ്ട്. അത് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ നീ എന്തെങ്കിലും വഴി ആലോചിച്ചിട്ടുണ്ടോ ഇന്ദ്ര? ഷോപ്പ് എന്തായാലും വിട്ടുകൊടുക്കാൻ പറ്റില്ല. അവൾക്ക് എന്നെ അവിടെ നിന്ന് ബലമായിട്ട് ഇറക്കി വിടാനും പറ്റില്ല. വർഷങ്ങളായിട്ട് ഞാൻ നടത്തുന്ന സ്ഥാപനമാണതെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഈ കച്ചവടക്കാർക്കും അസോസിയേഷനൊക്കെ ഉണ്ട്. അനുപമിക്ക് ആ ഷോപ്പ് തിരിച്ചു കിട്ടണമെങ്കിൽ എനിക്കെതിരെ അവൾ കോടതി പോകേണ്ടി വരും. അവള് കേസ് കൊടുക്കട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. ഭാനുമ്മ വീണ്ടും ഈ വഴിക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലോ. അനുപമ വീട് വാങ്ങിയതിന്റെ പൊങ്ങച്ചം പറയാനായിരിക്കും. ഇവിടെ ആർക്കും അതൊന്നും കേൾക്കണ്ടെന്ന് അമ്മയങ്ങ് പറഞ്ഞേക്ക്. ചിലപ്പോൾ അനുപമയുടെ ബന്ധുക്കൾ അവിടെ ഉള്ളതുകൊണ്ട് പഴയ സംഗീതത്തിലേക്ക് തിരിച്ചു വന്നതാകാനും മതി. ആ ഭാനുമ്മേ, കുറച്ചു ദിവസമായല്ലോ ഭാനുമ്മ ഇങ്ങോട്ട് കണ്ടിട്ട്. ഞാൻ ഇവിടെ വരുന്നതേ ചിലർക്കൊന്നും പിടിക്കത്തില്ല മോളെ, അതുകൊണ്ടാ വരാത്തത്. നീ അവിടെ നിന്ന് കണ്ടവരോട് കൊഞ്ചാതെ ചായ ഇങ്ങ് കൊണ്ടോ കൊച്ചേ. കൊണ്ട് കൊടുക്കും മോളെ. ചോറ് ഇവിടെയും കൂറ് അവിടെയായിട്ട് നടക്കുന്നവരെ ഒരുപാട് മാനിക്കേണ്ട കാര്യമൊന്നുമില്ല. മോളെ പ്രതിഭേ, സത്യന് ഇവിടെയില്ലേ? ഉണ്ട് ഭാനുമ്മേ, സത്യേട്ടൻ കുളിക്കുക. ആണോ? ഞാനേ അവനെ ഒന്ന് കാണാൻ വന്നതാ. ഇന്നവന്റെ പിറന്നാളാ. ഇന്ന് സത്യേട്ടന്റെ പിറന്നാളാണെന്നോ? എന്നിട്ട് ഇവിടെ ആരും ഒന്നും പറയുന്നത് കേട്ടില്ലല്ലോ. മറന്നു കാണും. ആ, ഇവിടെ എല്ലാവർക്കും ഓരോരോ തിരക്കല്ലേ മോളെ. എനിക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഓർത്തു വയ്ക്കും. ഹാപ്പി ബർത്ത്ഡേ സത്യേട്ടാ. ഭാനുമ്മ പറഞ്ഞപ്പോഴാ ഇന്ന് സത്യേട്ടന്റെ ബർത്ത്ഡേ ആണെന്ന് ഞാൻ അറിഞ്ഞത്. ഭാനുമ്മ ഒരു സംഭവം തന്നെയാ. പിന്നെ സത്യം പറഞ്ഞാ ഞാനും ഇപ്പോഴത് അറിയുന്നത്. നിന്റെ പേരില് മഹാദേവന് വഴിപാട് നേർന്നതിന്റെ പ്രസാദമാണ്.
എന്റെ മോന് ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഇനിയും 100 പിറന്നാൾ ആഘോഷിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. സാധാരണ മക്കളുടെ ജന്മദിനം ഓർത്ത് അമ്പലത്തിൽ പോയി വഴിപാട് നടത്തേണ്ടത് അമ്മമാരാ. എന്റെ അമ്മയ്ക്ക് ഭാനുമേ ഈ ദിവസം പോലും ഓർമ്മയില്ല. തുടങ്ങിക്കോടാ. ഇനി എന്നെ കുറ്റം പറയാൻ തുടങ്ങിക്കോ. അതിനൊരു കാരണം ഈ തള്ള കൊണ്ടുവന്ന് തന്നല്ലോ. അയ്യോ അമ്മേ, ഞാനൊരു തമാശ പറഞ്ഞതാ. അതിനമ്മ ഭാനുമ്മയുടെ മെക്കിട്ട് പാഞ്ഞു കയറാൻ വരണ്ട. ഇതൊക്കെ ഇവർക്ക് ഈ വീട്ടിലോട്ട് നുഴഞ്ഞു കയറാനുള്ള പുതിയ അടവാടാ. എങ്ങനെയെങ്കിലും ഇവിടോട്ട് കയറി പറ്റാനേ ഇതുപോലെ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരും. അതെ, ഇതുകൊണ്ടൊന്നും നിങ്ങൾക്ക് ഇവിടെ പഴയ സ്ഥാനം കിട്ടാൻ പോകുന്നില്ല ഭാനുവമ്മേ. അയ്യോ, എനിക്ക് ഒരു സ്ഥാനവും വേണ്ട സുശീലേ. നീ ഇനി എന്നോട് ഇവിടെ കയറരുതെന്ന് പറഞ്ഞാലും നിന്റെ മക്കളുടെ ജന്മദിനം ഓർത്തു വെച്ച് ഞാൻ ഇവിടെ വന്ന് അവരെ കാണും. അതെ, ഭാനു അമ്മയ്ക്ക് ജീവനുള്ളിടത്തോളം വന്നിരിക്കും. എന്നത് നിൽക്കുന്നോ അന്ന് കരുതിക്കോ ഭാനു അമ്മ ഈ ലോകത്തുനിന്ന് പോയിന്ന്. എന്നാ ശരി സത്യ, ഭാനുമ്മ ഇറങ്ങുക. അല്ല ഭാനുമേ, ഭാനുമ്മ ഇന്ന് എങ്ങോട്ടും പോകുന്നില്ല. ഇന്ന് എന്റെ പിറന്നാൾ ഓർമ്മിപ്പിക്കാൻ വന്നിട്ട് ഭാനുമ്മ മധുരം കഴിക്കാതെ പോകാനോ? അതൊന്നും പറ്റില്ല. അമ്മേ, ഉച്ചയ്ക്ക് ഞാൻ സദ്യ ഓർഡർ ചെയ്യും. ഭാനുമ്മ ഇന്ന് എന്റെ പിറന്നാൾ സദ്യ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. അമ്മയ്ക്ക് വിരോധമൊന്നുമില്ലല്ലോ? ഓ, എനിക്കെന്ത് വിരോധം? നിന്റെ പിറന്നാൾ നിന്റെ സദ്യ, ആര് വേണമെങ്കിലും ഉണ്ടോട്ടെ. എന്നെ കുത്താൻ വരാതിരുന്നാ മതി. സത്യേട്ടാ, നമുക്ക് ഈ പെരുന്നാള് ഒരു കേക്ക് മുറിച്ച് ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചാലോ? നമ്മുടെ കല്യാണം കഴിഞ്ഞ ശേഷമുള്ള സത്യേട്ടന്റെ ആദ്യത്തെ ബർത്ത്ഡേ അല്ലേ? എന്റെ അച്ഛനെ അമ്മയെ കൂടി ക്ഷണിക്കാം. ഓ, ഇനി ബർത്ത്ഡേ ആഘോഷിക്കാത്തതിന്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം തികഞ്ഞിട്ടുണ്ട്. അമ്മേ, ബർത്ത്ഡേ ആഘോഷിക്കുന്നതിൽ എന്താ തെറ്റ്? അതൊരു സന്തോഷമല്ലേ? പിന്നെ പ്രതിഭയുടെ ഒരു ആഗ്രഹം കൂടിയല്ലേ, അവരാഘോഷിക്കട്ടെ അമ്മേ. നമുക്കും കൂടാം. അങ്ങനെയെങ്കിലും ഈ വീടൊന്ന് ഉണരട്ടെ. ഓ, ആയിക്കോ ആയിക്കോ.